കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണീയം ദശകം 2 ശ്ലോകം 10. ത്വൽഭക്തിസ്തു കഥാരസാമധജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവീമക്ലേശതസ്ത്വന്വദീ സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. അപ്പം ഇതിലെങ്ങ സംബോധന വെച്ചാൽ ഐ വിഭോ, ഹേ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, ത്വൽ ഭക്തി ഹി തു, അതായത് അങ്ങയോടുള്ള ഭക്തി ആകട്ടെ. തു എന്നുണ്ടല്ലോ, ത്വൽ ഭക്തി ഹി തു, അതായത് അങ്ങയോടുള്ള ഭക്തി ആകട്ടെ. എന്താ? കഥാരസാമൃതജരീ നിമജ്ജനേന, അതായത് കഥാരസാമൃതജരീ നിമജ്ജനേന പറഞ്ഞു വെച്ചാൽ കഥാരസമാകുന്ന അമൃതത്തിൻ്റെ പ്രവാഹം. കഥ ഉണ്ടല്ലോ, ഭഗവത് കഥകളുടെ രസം ഒരു പുഴ പോലെ ഒഴുകുകയാണെന്ന് മനസ്സിലാക്കുക. അതായത് കഥാരസമാകുന്ന ആ അമൃതത്തിൻ്റെ ആ ഒരു ഒഴുക്കുണ്ടല്ലോ, പ്രവാഹത്തിൽ നിമജ്ജനേന നിമജ്ജനം ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ആണ്ട് മുങ്ങ, അതിലിങ്ങോട്ട് മുങ്ങ, അതിനാണ് നിമജ്ജനം. നിമജ്ജനം അതാണല്ലോ, മുങ്ങണേനാണ് പറയുക. അപ്പോൾ ഭഗവത് കഥകൾ അത്ര രസമാണ്. ആ രസമാകുന്ന പ്രവാഹത്തിൽ ഒഴുക്കിൽ അതൊരു പുഴ പോലെ, ആ രസം ഒരു പുഴയിൽ സങ്കല്പിച്ചാൽ നമ്മൾ ആ ഭഗവത് കഥകളാകുന്ന രസത്തിൽ അങ്ങോട്ട് മുങ്ങാണ്, നിമജ്ജനം കൊണ്ട്. അതായത് മുങ്ങിയത് കൊണ്ട് സ്വയം സിദ്ധ്യന്തി. അപ്പോൾ നമ്മളങ്ങനെ ആ ഭഗവത് കഥ നല്ല ആസ്വദിച്ച് അതിലങ്ങോട്ട് മുങ്ങുമ്പോൾ വേറെ ഒരു സഹായവും ഇല്ലാതെ തന്നെത്താൻ സിദ്ധിക്കും. അതാണ് സ്വയം സിദ്ധ്യന്തി. തന്നെത്താനങ്ങൾ വരും മനസ്സിൻ്റെ ഉള്ളിൽ. എന്താ? വിമല പ്രബോധ പദവിയും, ആ ജ്ഞാനമാർഗത്തിൽ കൂടെ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായത് ഭഗവാനെ മനസ്സിലാക്കലേ, അത് സ്വതേ ജ്ഞാനമാർഗത്തിൽ അത്ര വിഷമാണല്ലോ. ഇത് നമ്മൾ ഭഗവത് കഥകൾ കേട്ട് അതിലങ്ങോട്ട് മുങ്ങുമ്പോൾ എന്താ ഉണ്ടാവണം വെച്ചാൽ തന്നെ നമുക്ക് ആ ബോധം, ആ എന്താ പറയുക, ശരിക്കും ആ എൻലൈറ്റൻമെൻ്റ് എന്ന് തന്നെ പറയട്ടെ. ഭഗവാനെ എല്ലാറ്റിലും കാണലും ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ എന്നുള്ള ആ ബോധം ഉണ്ടല്ലോ, വിമല പ്രബോധ പദവിയും ആ നിർമ്മലായിട്ടുള്ള ആ ജ്ഞാനമാർഗം അക്ലേശ തന്വതി, അതായത് ഒരു ക്ലേശവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ തന്വതി വെച്ചാൽ സംഭവിക്കുക, അല്ലെങ്കിൽ അത് പുറത്തേക്ക്, അല്ലെങ്കിൽ അത് നമുക്ക് അനുഭവമാവും. ഇതിൽ അതായത് തന്വതി പറഞ്ഞാൽ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് അവിടെ ബോധ്യവും. സദ്യസിദ്ധികരി, സദ്യ പറഞ്ഞാൽ ഉടനെ, സദ്യ പറഞ്ഞാൽ ഉടനെ എന്നാണ്, ഇമ്മീഡിയറ്റ്ലി. സിദ്ധികരി, നമുക്ക് മോക്ഷവും കിട്ടും. അത്ര നമ്മൾ അലിഞ്ഞ് ചേർന്നാൽ അതിൽ, ആ കഥയിൽ അത്ര നമ്മൾ എൻജോയ് ചെയ്താലേ. അതുകൊണ്ടാണ് ചെയ്യുന്നതുമായിട്ട് ജയതിച്ചാൽ ഈ ഭക്തിയോഗം അങ്ങനെയാണ്. നമ്മൾ ഭഗവത് കഥാമൃത രസത്തിലങ്ങോട്ട് മുങ്ങിയാൽ തന്നെ നമുക്ക് ആ ആത്മബോധം അങ്ങോട്ട് ഉണർന്നു കഴിഞ്ഞാൽ പലർക്കും അതോടുകൂടി മോക്ഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ജയതി പറഞ്ഞത്. അതായത് ഭക്തിയോഗം തന്നെ ജയിക്കണു. കർമ്മ ജ്ഞാനയോഗങ്ങളെക്കാളും ഉത്കൃഷ്ടം തന്നെയാണ് ആ ഭക്തിയോഗം ജയിക്കുന്നു എന്ന് പറയണം. ഏറ്റവും മീതിയായി ജയിക്കുന്നു ജയതി പറയണതേ. ഹേ വാതാലയാധീശ്വര, അല്ലയോ ഗുരുവായൂരപ്പ, സാ അപ്രകാരമുള്ള ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രത ഏവ, അങ്ങയുടെ പാതാരവങ്ങളിൽ ഇപ്പം ഈ പറഞ്ഞ പോലുള്ള ആ ഒരു
സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സ് അങ്ങേലങ്ങട് ലയിച്ചിട്ട് ആ ഭക്തി പാരവശ്യം തന്നെയാണ് എന്ത് എനിക്ക് ദ്രുതതരം വേഗത്തിൽ എനിക്ക് അസ്തു അതുണ്ടാവട്ടെ. എനിക്ക് അതുപോലുള്ള ഭക്തി പാരവശ്യം, അതായത് ഭഗവത് കഥകളിൽ പറഞ്ഞല്ലോ, ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞില്ലേ, ഭഗവത് കളിൽ ലയിച്ചാൽ നിമജ്ജനം ചെയ്താന്ന് പറഞ്ഞല്ലോ, മുങ്ങുമ്പോൾ തന്നെ ആ ബോധം, ആ ജ്ഞാനബോധം ഉദിക്കും. അതുകൊണ്ട് ബാക്കി യോഗങ്ങളെയൊക്കെ കർമ്മയോഗത്തിനേക്കാളും ജ്ഞാനയോഗത്തിനേക്കാളും ഭക്തിയോഗം തന്നെ ജയിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്താ പറയണേ, ഹേ ഗുരുവായൂരപ്പ, അതുപോലെയുള്ള ഒരു ഭക്തി പാരവശ്യം, അങ്ങോട്ടുള്ള സ്നേഹത്തിൽ അലിഞ്ഞിട്ട് ആ ഭക്തി പാരവശ്യത്താൽ അലിയുന്നൊരവസ്ഥ എനിക്ക് അതിവേഗത്തിൽ ദ്രുതതരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭക്തിയോഗമാണ് കേമെന്ന് പറഞ്ഞതിന് ശേഷം അതുപോലത്തെ ഭക്തി എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു രസമാണല്ലേ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഭക്തിയോഗം ഭക്തിയോഗം കർമ്മയോഗം പോലെ ജ്ഞാനയോഗം പോലെ ഒന്നുമല്ല. ആ രണ്ട് യോഗങ്ങളെക്കാളും വളരെ വിശിഷ്ടമാണെന്നാണ് ആദ്യത്തെ 3 കാര്യം കൊണ്ട് പറയണത്. എന്താ വെച്ചാൽ ഭഗവത് കഥ വളരെ രസമാണ്. അപ്പം അത് വീണ്ടും ഒരിക്കൽ കേട്ടാൽ പിന്നെയും കേൾക്കാനുള്ള ഒരു ആഗ്രഹം നമ്മളുണ്ടാവും. അപ്പോൾ ആ അമൃതരസപ്രവാഹത്തിൽ നമ്മൾ പിന്നെയും മുങ്ങും. അപ്പം നമുക്ക് തന്നെ ഭക്തി ഉണ്ടാവും. ഭക്തി ഇല്ലാത്തവർക്കും കൂടിയും ഭഗവത് കഥ അങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങിയാൽ ഭക്തി അങ്ങോട്ട് വരും. അത് ഭഗവാൻ ഉണ്ടാക്കണതാണ്. ഭഗവത് കഥ രസമായിട്ടും ശ്രദ്ധയോടുകൂടിയാണ് ആസ്വദിക്കാൻ തുടങ്ങിയവർക്ക് ഭക്തി തന്നെ സിദ്ധിക്കുന്ന പറയണം. അപ്പം അതിന് കർമ്മയോഗത്തിൻ്റെയോ ജ്ഞാനയോഗത്തിൻ്റെയോ ആവശ്യമില്ല. ഭഗവത് കഥകൾ വീണ്ടും കേൾക്കണേൽ ശ്രദ്ധ അങ്ങോട്ട് വർദ്ധിക്കും നമുക്ക്. അപ്പം എന്താ, നമുക്ക് ലൗകിക വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളും ഇൻട്രസ്റ്റും പതുക്കെ നശിക്കും. എന്നിട്ട് നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവും. എത്ര നല്ലൊരു വഴിയാണല്ലേ. അപ്പോൾ ശരിക്കും ആ ഭക്തി വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്താ പ്രയോജനം വെച്ചാൽ നമുക്ക് അജ്ഞാനം നശിച്ചാലല്ലേ പരബ്രഹ്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ പരമാർത്ഥ സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ എന്നല്ലേ ഇപ്പം ചോദ്യം. ഭക്തി നല്ലോണം വന്നു, എന്നിട്ട് അത് രസമായിട്ടുള്ളൊരു മാർഗമാണ്, സമ്മതിച്ചു. പക്ഷേ ഭക്തിയായാൽ പോരല്ലോ, പരമാത്മ സാക്ഷാത്കാരത്തിന് അത് മാരം പോരല്ലോ ചോദിച്ചാൽ ഭക്തിയായാൽ എന്താ ബുദ്ധിമുട്ട്, എളുപ്പം വെച്ചാൽ അഹങ്കാരം ഇല്ലാണ്ടേ പോവും. ഞാനാണ് ചെയ്യണ, എൻ്റെയാണത്, അങ്ങനെയുള്ള അഹങ്കാരം, അങ്ങനെ എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. അങ്ങനെ നമുക്ക് ആ ഭഗവാനോടൊരു അടിയറവ് പണിയും. അതായത് ശരണാഗതി ഉണ്ടാവും ഭക്തി ഉണ്ടായാലേ. അപ്പോൾ എല്ലാം എൻ്റെ കേമത്താണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തു, എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് എൻ്റെ മകൻ അങ്ങനെ ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ എൻ്റെ മകളെ അച്ചീവ് ചെയ്തു ഇന്നത്, മിടുക്കത്തിയാണ് എൻ്റെ മകളെ. അത് നമുക്ക് ശരിക്കില്ലേണ്ടേ ഒന്നാണ് പറയുന്നത്. അതായത് ഞാൻ എൻ്റെ എന്നുള്ള വിചാരം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്തത് കൊണ്ടാണ് ആ കർത്തൃത്വബോധവും പതുക്കെ ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ രാഗദ്വേഷ, ആ ഷഡ്വൈരികള കാമക്രോധ അതും കുറയും. അങ്ങനെ പതുക്കെ നമുക്ക് ഈ അജ്ഞാനം പിന്നെ ചിത്തശുദ്ധി വന്നിട്ടാണല്ലോ ഭക്തി കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അജ്ഞാനവും കൂടി ഇല്ലാണ്ടങ്ങടാവും തന്നെത്താൻ. കാരണം എല്ലാറ്റിലും ഭഗവാന്റെ കൈ കാണാൻ തുടങ്ങി. അപ്പം അതന്നെയാണല്ലോ, എല്ലാറ്റിലും ഭഗവാനെ കാണൽ തന്നെയാണല്ലോ ഭഗവാൻ. അപ്പം നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം ഒന്നാന്ന് തോന്നും. അതാണല്ലോ ജ്ഞാനം. അപ്പോൾ ആ അജ്ഞാനം നശിക്കും. പതുക്കെ ഭക്തി വർദ്ധിക്കും തോറും അജ്ഞാനം നശിച്ചിട്ട് പരമാത്മ സാക്ഷാത്കാരം സിദ്ധിക്കും. അതായത് ഞാനും എൻ്റേതും എന്നുള്ള ആ മിഥ്യാഭിമാനം, പിന്നെ ശരീരാഭിമാനം, ഐ ആം ദ ബോഡി എന്നുള്ള വിചാരവും ഒക്കെ നശിക്കണം വെച്ചാൽ അത് നശിക്കാതെ നമുക്ക് പിന്നെ പരമാത്മ സാക്ഷാത്കാരം കിട്ടില്ല. അതിന് വേണ്ടി ജ്ഞാനയോഗത്തിനോ കർമ്മയോഗത്തിൻ്റെ മുമ്പിൽ വന്ന് നമ്മളെ അതെടുക്കണം. ജ്ഞാനയോഗമോ കർമ്മയോഗമോ ബുദ്ധിമുട്ടുള്ള ആ യോഗങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല.
ഭക്തിമാർഗത്തെ മാത്രം ആശ്രയിച്ചാൽ അതുകൊണ്ട് കിട്ടണതൊക്കെ കിട്ടും. അതായത് ഈ ഭഗവാനോടുള്ള ആവുന്ന അല്ലെങ്കിൽ ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ അമൃതരസപ്രവാഹം ഉണ്ടല്ലോ, അത് ആ ഭഗവത് കഥകൾ കേൾക്കും തോറും നമുക്ക് തൃപ്തി വരും. തൃപ്തി ഇല്ലാതെ വീണ്ടും 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 അത് കേൾക്കാൻ നമുക്ക് തോന്നും. അപ്പം എന്താ, ഈ ഭഗവത് കഥ കേൾക്കണേലുള്ള ശ്രദ്ധ കാരണം ബാക്കിയുള്ള വിഷയങ്ങളിൽ നിന്ന് മനസ്സ് പതുക്കെ ഇങ്ങനെ വിട്ട് 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 വരും, ഭഗവാനിലേക്ക് തന്നെയാവും. അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ എന്താ, ഈ ഭഗവാനിലായിരിക്കും നമ്മുടെ ഏകാഗ്രമായിട്ടുള്ള ഈ എല്ലാ നമ്മുടെ ചിന്തകളും പോണതേ. അങ്ങനെ ആസ്വദിച്ച് എന്താവും, ഈ ഭക്തൻ്റെ മനസ്സിലത്തെ അഹങ്കാരവും ഞാനാണ് എല്ലാം ചെയ്യണമെന്നുള്ള അഹങ്കാരവും പിന്നെ ദേഹാഭിമാനവും രാഗദ്വേഷാദികളും അങ്ങനത്തെ എല്ലാ മനസ്സിലത്തെ എല്ലാ ഡെർട്ടെന്ന് പറയില്ലേ, മനോമലങ്ങളൊക്കെ അങ്ങോട്ട് നശിക്കും. അത് തീരെ നശിച്ചാൽ എന്താ ഉണ്ടാവുക, തന്നെ ആത്മജ്ഞാനം പ്രകാശിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ആത്മജ്ഞാനം പ്രകാശിച്ച് നമ്മൾ പരമാത്മ സാക്ഷാത്കാരം നമുക്കുണ്ടാവും. ഇവിടെ ശരിക്കും പറയാച്ചാൽ പരമാനന്ദ സാക്ഷാത്കാരത്തിന് നമ്മൾ ഭക്തി മാത്രമേ കാരണമുള്ളൂ. ശരിക്കും ആ ആത്മജ്ഞാനം കിട്ടിയത് വെറും ഭക്തി കൊണ്ട് സാധിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഭക്തി കൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നിനെയും വേണ്ടാന്ന് ഉറപ്പിച്ച് പറയുകയാണ് ആര്, മേപ്പത്തൂരി. എന്നിട്ട് പിന്നെ മേപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും അങ്ങയുടെ നേർക്കുള്ള ഭക്തി തന്നെയാണ് മറ്റ് യോഗങ്ങളെക്കാളും ഏറ്റവും ഉത്കർഷം എന്ന് ആദ്യം പറഞ്ഞൂല്ലോ. എന്നിട്ട് പിന്നെ എന്താ പറയണേ, അമൃതിന് തുല്യമായിട്ടുള്ള ആ ഭക്തിരസം കൊണ്ട് ആർദ്രമായിട്ടുള്ള, അതായത് വെറ്റായി ആ ഭക്തി കൊണ്ട് വെറ്റായിട്ടുള്ള ആ മനസ്സ് അങ്ങേൽ തന്നെ ലയിച്ചിട്ട് ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, അങ്ങേൽ കംപ്ലീറ്റ് ലയിച്ച ആ അവസ്ഥ എനിക്ക് വേഗം ഉണ്ടാക്കി തരണേ എന്നാണ് അവസാനം. അതായത് എനിക്ക് അങ്ങനെ ശരണുള്ളൂ എന്നൊരു ശരിക്കും തന്നെ പതിൽ അത്ര ഒരു ശരണാഗതിയും കൂടി ഉണ്ട്. പിന്നെ അതും കൂടിയും പറയാം, ഈ വാതാലയാധീശ്വരാന്ന് എഗെയിൻ എത്ര നല്ലൊരു സംബോധന ആദർശുണ്ടോ, ഹേ വാതാലയാധീശ്വര. എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, വാദം പഞ്ചപ്രാണങ്ങളാണ് ഈ ശരീരത്തിൽ എന്നൊക്കെ പറഞ്ഞു വരും നമ്മൾ മാരുതാകാര വാസിന്ന് പറഞ്ഞപ്പോഴേ. അതുപോലെ തന്നെയാണ് ഇതിലെ വാദൻ്റെ ആലയാണ്, അതായത് കാറ്റിൻ്റെ ഗൃഹമാണ്, കാറ്റിൻ്റെ ആലയാണ് വാതാലയം ഈ ശരീരം. ഇനി അതിന് ആദിയുണ്ടേ, ഇപ്പോഴേ ഇദ്ദേഹത്തിന് ആദിയുണ്ട്. അതാണ് വാതരോഗത്തിൻ്റെ ശരിക്കും പറയാച്ചാൽ വാതരോഗത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇരിപ്പിടാണ്, അല്ലെങ്കിൽ വാതരോഗം താമസിക്കുന്ന സ്ഥലമാണ് വാതരോഗം. അദ്ദേഹത്തിന് ഇപ്പോൾ വാതരോഗമായിട്ടല്ലേ വന്നേ. അപ്പോൾ വാതരോഗം താമസിക്കുന്ന സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ ഈ ശരീരം. അപ്പോൾ ആ വാതരോഗം പിന്നെന്താണ് ഇതിൻ്റെ റിസർവോയർ എന്ന് പറയാം, ഇംഗ്ലീഷിൽ പറയാച്ചാ. എനിക്കെന്താ മലയാളത്തിൽ റിസർവോയറിന് കിട്ടുന്നില്ല വാക്ക്. വാതരോഗത്തിൻ്റെ ഒരു റിസർവോയറാണ്, അല്ലെങ്കിൽ ഇരിപ്പിടാണ് ഈ ശരീരം. അപ്പോൾ അതിൻ്റെ ആധികളെ കണ്ടോ, വാതാലയ ആധി, ആ ആധികളെ മുഴുവൻ കളയാനുള്ള ശക്തിയുള്ള ആളാണ് ആര്, ഭഗവാൻ അല്ലേ, അതിൻ്റെ ഈശ്വരനാണ്. ആ ആധി കംപ്ലീറ്റ്ലി വേരോടെ കളയാനുള്ള കഴിവുള്ള ആളാണ് ഭഗവാൻ. അതാണ് വാതാലയാധീശ്വര പറഞ്ഞത്. വാതാലയാണ് എൻ്റെ ശരീരം, അതായത് വാതരോഗങ്ങളുടെ റിസർവോയറായിട്ടാണ് ഞാൻ ഇപ്പം ഇവിടെ വന്നത് ഭഗവാനെ. ആ വാതരോഗങ്ങളുടെ ഇരിപ്പിടായിട്ടുള്ള എൻ്റെ ഈ ശരീരത്തിൻ്റെ ആധികൾ ദണ്ണയും, അതായത് വേദനയാണല്ലോ, ആ ആധിയൊക്കെ തീർക്കാൻ തക്കോണുള്ള കഴിവുള്ള എൻ്റെ ഭഗവാനെ എന്നാണ് വാതാലയാധീശ്വര. വളരെ നല്ലൊരു സംബോധനയാണ്. അപ്പോൾ ആ വൈഭവത്തോട് കൂടിയിട്ടുള്ള ഹേ സ്വാമിൻ, എനിക്ക് അങ്ങയോടുള്ള ഭക്തി അതായത് ഭക്തിരൂപമായിട്ടുള്ള ആ രസം കൊണ്ട് എൻ്റെ ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങളും മാനസികമായിട്ടുള്ള സഫറിങ്, അതായത് ശാരീരികവും മാനസികമായിട്ടുള്ള എൻ്റെ എല്ലാ വ്യഥകളും സന്താപങ്ങളും ഒക്കെ നശിച്ചിട്ട് ഞാൻ സന്തോഷവാനാവട്ടെ എന്നും കൂടിയുണ്ട് ഇതിൽ. ആ വാതാലയാധീശ്വര എന്നുള്ള ആ സംബോധന ശരിക്കും വളരെ സിഗ്നിഫിക്കൻ്റാണ്. കാരണം ഇദ്ദേഹം വാദത്തോടു കൂടിയേ വന്നതേ. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ശരീരം വാതാലയം എന്ന് പറഞ്ഞതേ. അതായത്
വാതരോഗത്തിൻ്റെ, വെറും പഞ്ചപ്രാണന്റെ മാത്രമല്ല, വാതരോഗത്തിൻ്റെ ഒരു റിസർവോയറാണേ. അപ്പം അതിന് ആദി ഉണ്ടല്ലോ, അതിൻ്റെ ദുഃഖമുണ്ട്. ഇങ്ങനെ ഇത്ര ചെറുപ്പകാലത്ത് അത് വന്നു എന്നുള്ള ആദിയുണ്ട്, വ്യാധിയുണ്ട് അല്ലേ. ആദ്യം പറഞ്ഞാൽ ആ ദുഃഖം, മനസ്സിനോടൊരു ദുഃഖം, ഇത്ര ചെറുപ്പത്തിൽ വന്നുല്ലോ, ഞാനിങ്ങനെ കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ആയില്ലോ ഈ 26 വയസ്സിൽ എന്നുള്ളൊരു ആദി. പിന്നെ വ്യാധി, വേദനയുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല, ആദി എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ അതിൻ്റെ ആദി മാറ്റുന്ന ആളാണ് ഭഗവാനെ, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. എന്നിട്ട് എൻ്റെ എല്ലാ സന്താപങ്ങളും നശിച്ച് ഞാൻ സന്തോഷമാവണേ എന്ന അർത്ഥം കൂടി വേണമെങ്കിൽ ഈ സംബോധനയിൽ ഉണ്ടെന്നാണ് വ്യാഖ്യാതാക്കളൊക്കെ പറയണത്. അപ്പോൾ വാതാലയം എന്ന പദത്തിന് നമ്മൾ മുമ്പ് അതും പറഞ്ഞുല്ലോ, പഞ്ചപ്രാണങ്ങളുടെ പിന്നെ ഇതായിട്ടുള്ള ശരീരം എന്ന് നമ്മൾ പറഞ്ഞുല്ലോ. അപ്പോൾ അതിൽ ജീവനായിട്ട് പ്രാണനായിട്ട് സകല ഇന്ദ്രിയങ്ങൾക്കും എല്ലാ ചൈതന്യവും നൽകി വിളങ്ങണ ആളാണ് അല്ലേ ഭഗവാൻ. ഈ പഞ്ചപ്രാണങ്ങളിലത്തെ പ്രാണനാണ് ഭഗവാൻ. ആ പ്രാണൻ പോയാൽ കഴിഞ്ഞു എന്നാണല്ലോ നമ്മൾ പറയുക. അപ്പം ആ പ്രാണനായിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ചൈതന്യമായിട്ട് അതിൻ്റെ പിന്നിൽ വർത്തിക്കണ ഭഗവാൻ പരിപൂർണനാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാൻ എല്ലാറ്റിലും ഉണ്ടെന്ന് നമ്മൾ പറയണതും അതാണല്ലോ. അത് പോയാൽ കഴിഞ്ഞുല്ലോ, അങ്ങനെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ ഈ നമ്മളിപ്പം അതാണ് എനിക്ക് വളരെ ഇഷ്ടം. എന്താ വെച്ചാൽ അതിൻ്റെ എന്താ വെച്ചാൽ മേപ്പത്തൂർ എന്താ ശരിക്കും പറയാ വെച്ചാൽ ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് പറഞ്ഞ വെച്ചാൽ നമുക്ക് ഭഗവാനെ എല്ലാറ്റിലും കാണാൻ സാധിച്ചാൽ, ഇപ്പം നമ്മളെ ഭർത്താവിനെയോ കുട്ടിയോളെയോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ എന്താണ് കൂടപ്പിറപ്പുകളെയോ ബന്ധുക്കളെയോ ഒക്കെ സ്നേഹിക്കുമ്പോൾ നമുക്ക് സ്നേഹമുണ്ടല്ലോ. പക്ഷേ അതിനെല്ലാം കാരണം അങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നും. എന്താ കാരണം വെച്ചാൽ അവരുടെ ഉള്ളിലൊക്കെ ആ ഭഗവാനെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നതെന്ന് വന്നാൽ എന്തായി, യൂണിവേഴ്സലായി സ്നേഹം അല്ലേ. അപ്പം നമ്മൾക്ക് ഈ സ്നേഹം ഭഗവാൻ എല്ലാറ്റിലും ഉണ്ടെന്ന് നമുക്ക് ബോധ്യം വരുന്തോറും നമ്മുടെ ഭർത്താവിനോടോ കുട്ടിയോടുള്ള സ്നേഹം കൂടിയും ശരിക്ക് ഭഗവാനോടുള്ള സ്നേഹമായിട്ട് മാറുകയാണ്. കാരണം അവരിലുള്ള ഭഗവാൻ തന്നെയാണ് ഞാൻ സ്നേഹിക്കണത്. അപ്പം നമുക്ക് ആ അവരിലുള്ള ഭഗവാനോട് പെരുമാറണ പോലെ പെരുമാറാനും സാധിക്കും, എപ്പോഴും സ്നേഹമായിട്ട്. എത്ര നല്ലൊരു കോൺസെപ്റ്റാണ് അതെന്ന് കണക്കില്ല അല്ലേ. അപ്പോൾ അതാണ് അൾട്ടിമേറ്റായിട്ട് ഇതുകൊണ്ട് പിന്നെ മേപ്പത്തൂർ പറയണത്. ഇനി ഇതിലെന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ കേട്ടോ, ആലോചിച്ചോട്ടെ, എന്തെങ്കിലും ഞാൻ വിട്ടുവെന്നറിയില്ല. അതായത് ഇപ്പം ഈ ശ്ലോകം കൊണ്ടും ഭക്തി ഇതുവരെയൊക്കെ ഭക്തിയോഗമാണ് ഏറ്റവും നല്ലത് പറഞ്ഞു. ഇപ്പോൾ ഒരു സംശയവും ഇല്ലാണ്ട് പിന്നെന്താണ് നമുക്ക് ഭക്തിയോഗം വേറൊന്നിനെ ആശ്രയിക്കും വേണ്ട അല്ലേ. അങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്ക് ചിത്തശുദ്ധിക്ക് വേറെ പ്രത്യേകമായിട്ട് ശ്രമിക്കും വേണ്ട, അത് അനവധി കർമ്മപടലങ്ങളൊന്നും ചെയ്യണ്ട, ഒന്നും വേണ്ടാന്നാണല്ലോ അപ്പം ഏറ്റവും ഭക്തി തന്നെയാണ് സർവോത്തമം. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്തിരുവടിയുടെ ആ പാദങ്ങളിലുള്ള അചഞ്ചലായിട്ടുള്ള പ്രേമഭക്തി ഇരിക്കണം, തന്ന് അനുഗ്രഹിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എന്നാണ് പറയണത്. എന്നിട്ട് പിന്നെയാണ് നമ്മൾ ഈ വാതാലയാധീശ്വര പറഞ്ഞതേ. അപ്പോൾ അങ്ങയുടെ ആ കഥകളിൽ നല്ലോണം മുങ്ങിയിരുന്നാൽ പിന്നെ എൻ്റെ മനസ്സ് ആർദ്രമായിട്ടിരിക്കും എപ്പോഴും. അപ്പം എനിക്ക് പിന്നെയും 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 കേൾക്കാൻ തോന്നും. അങ്ങനെ എനിക്ക് എൻ്റെ എല്ലാ അജ്ഞാനവും നശിക്കും, ജ്ഞാനം ഉദിക്കും. അപ്പം എനിക്ക് കിട്ടുന്ന എനിക്ക് ഉറപ്പാണെന്നാണ്. അതായത് ഭക്തിയോഗം ഉത്തമാണെന്ന് അതെനിക്ക് തരുവും വേണമെന്നാണ് പ്രാർത്ഥിക്കണത്. പിന്നെ അതെ പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ഒരു പിന്നെ എന്താണ് എല്ലാവരെയും എല്ലാ ജീവികളെയും നമ്മൾ സ്നേഹിക്കണ എല്ലാവരെയും തന്നെ ഭഗവാനെ അവരിൽ കണ്ട് സ്നേഹിക്കുകയാണെന്നുള്ളൊരു നില വന്നാൽ പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കണത് ഭഗവാനെ സ്നേഹിക്കുകയാണ് എന്ന് നമുക്ക് തോന്നിക്കൊണ്ട് സ്നേഹിക്കാച്ചാൽ അത് ഭഗവാനെ പ്രാർത്ഥിക്കൽ തന്നെയായി. അതുകൊണ്ടാണല്ലോ പണ്ട് പറയും നമ്മൾ കുട്ടികളെയൊക്കെ നോക്കണതേ ശരിക്കും പറയാച്ചാൽ വളരെ ആത്മാർത്ഥമായിട്ടാണല്ലോ, നമുക്ക് ഒന്നും തിരിച്ചു കിട്ടണമെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് കുട്ടികളെയൊക്കെ നമ്മൾ അങ്ങനെ നോക്കണത് ശരിക്കും ഭഗവത് സ്മരണ തന്നെയാണെന്ന് പറയും. കാരണം കുട്ടി അപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെ ഉള്ള ഭഗവാൻ തന്നെയാണ് സ്മരിക്കണം നമ്മളെന്ന്, അല്ലെങ്കിൽ ആ ഭഗവാന് വേണ്ടിയാ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചോട്ടെ. അപ്പം അവർക്ക് വേണ്ടി ചെയ്യണതൊക്കെ ഭഗവത് അർപ്പണമാവുമല്ലോ. അത് വളരെ ഒരു നല്ല ഇതാണല്ലോ. ഭഗവത് അർപ്പണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അവരിലുള്ള ഭഗവാനെ കണ്ടാൽ. അതിന് സാധിക്കണം വെച്ചാൽ ഈ പറയണ പോലെ ഒരുപാട് കഥകളൊക്കെ കേട്ട്
നമുക്ക് ഭക്തി വന്ന് ഭഗവാന്റെ സാന്നിധ്യം എല്ലാവരിലും ഉണ്ടെന്ന് നല്ലോണം ഉള്ളിൽ ബോധ്യമാവണം. അപ്പം അത് നമുക്ക് പറ്റും. അപ്പം ആരെ സേവിക്കലും അല്ലെങ്കിൽ ആരെ സ്നേഹിക്കലും ഭഗവാനെ സ്നേഹിക്കലായിട്ട് തീരും എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവസാനം പ്രാർത്ഥിക്കണത് എനിക്ക് അതുപോലെയുള്ള ഭക്തി, അതായത് അതിൽ മുങ്ങിയാൽ കംപ്ലീറ്റ്ലി എൻ്റെ എല്ലാ അജ്ഞാനവും മാറി ജ്ഞാനം ഉദിക്കും എന്നുള്ളൊരു ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തി എന്നെ എനിക്ക് വേഗം തരണേ, ആ ഭക്തി എനിക്ക് വേഗം സിദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമുക്കും 2-ാമത്തെ അധ്യായം അതുപോലെ അനന്യമായിട്ടുള്ള ഭക്തി നമുക്ക് എല്ലാവർക്കും ഭഗവാൻ വേഗം തരണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ ഈ 2-ാമത്തെ അധ്യായത്തിലത്തെ 10-ാം ശ്ലോകത്തോടു കൂടി ഞാൻ നിർത്താം. ഒന്നും കൂടി ചൊല്ലിയിട്ട് നിർത്താം. അപ്പം 2-ാം അധ്യായത്തിൽ നമ്മൾ ഈശ്വര എല്ലാവർക്കും അനന്യമായിട്ടുള്ള ഭക്തി ഭഗവാനിലുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊട്ടെ ചെല്ലട്ടെ. ത്വൽഭക്തിസ്തു കഥാരസാമൃതചരീ നിമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവീമക്ലേശതസ്ത്വന്വദീ സദ്യസിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതലം വാതാലയാധീശ്വരാ. ഞാൻ ചെല്ലിയത് തെറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഒന്നും കൂടിയും ചെല്ല ഈശ്വര തെറ്റാതെ. ത്വൽഭക്തിസ്തു കഥാരസാമൃതചരീ നിമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവീമക്ലേശതസ്ത്വന്വദീ സദ്യസിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വരാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.